ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ള കാർബോർഡ് ഐഡിയ ആയിട്ടൊന്നുമല്ല. ഇന്ന് ഒരു വിഭവം, അത് ഭക്ഷണ സാധനമായിട്ടാണ്. അതായത് പാവയ്ക്ക കൊണ്ട് ഒരു ഫ്രൈ, പാവയ്ക്ക ഫ്രൈ. ഇത് നമ്മൾ പലരും ചെയ്തിട്ടുണ്ടാവാം, ചെയ്യാൻ പോകുന്നുണ്ടാവാം, അല്ലെങ്കിൽ പലരും ചെയ്ത് കഴിച്ചവരൊക്കെ ആയിരിക്കാം. എന്നാലും ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു റെസിപ്പി എന്നുള്ള നിലയ്ക്കാണ് വന്നിരിക്കുന്നത്. പാവയ്ക്ക അങ്ങനെ കഴിക്കാനൊന്നും, ഉപ്പേരിയും അല്ലെങ്കിൽ വെച്ചാലൊന്നും, തോരനൊന്നും വെച്ചാൽ അങ്ങനെ കഴിക്കാൻ പലർക്കും താല്പര്യം ഉണ്ടാവില്ല, അതിൻ്റെ ഒരു കയ്പ്പുണ്ടാവില്ല. അപ്പോൾ ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ അങ്ങനെ ഒരു റെസിപ്പി അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് പാവയ്ക്ക ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. കുനുകുനുന്നല്ല, കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാനിൽ ഇത്തിരി വെളിച്ചെണ്ണ, കൂടുതൽ വെളിച്ചെണ്ണ എടുത്തിട്ടല്ല ഫ്രൈ ചെയ്യണത്, ഡീപ്പ് ഫ്രൈ അല്ല. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് ഞാൻ കറിവേപ്പില ഒന്ന് ഇളക്കി ഇട്ടിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കേ വേണ്ടുള്ളൂ. പിന്നെ അതിലേക്ക് കഴുകി നുറുക്കി വെച്ച പാവയ്ക്ക ഇടുകയാണ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ആ എണ്ണയും ഒക്കെ ഇട്ടൊന്ന് അങ്ങോട്ട് ഇളകി വരട്ടെ. എന്നിട്ട് പാകത്തിന് ഉപ്പിട്ടിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ അധികം സമയമൊന്നും വേണ്ട, പിന്നെ കുറേ ഐറ്റംസ് ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ആ ഉപ്പ് അതിലേക്ക് ഇടുക. ഇനി ഇതിനെ ഒന്നുകൂടി ഇളക്കിയിട്ട് നമ്മൾ ഇതിനെ അടച്ചു വെച്ചൊന്ന് വേവിക്കണം. കുറച്ച് നേരം, ഒരു 85% ഒക്കെ ഒന്ന് വെന്താൽ മതി. പിന്നെ നമ്മൾ ഫ്രൈ ആകുമ്പോൾ നല്ലോണം വേവും. അപ്പോൾ ഒരു 85 കുറച്ച് പകുതിയുടെ മുകളിലേക്ക് വേവാവണം വരെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം. അങ്ങനെ അടച്ചു വെച്ച് അതിന് മുമ്പ് ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേണം ഇതിനെ ഇളക്കി വയ്ക്കാൻ. അപ്പോൾ ഇനി ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടട്ടെ, കുറച്ച് മതി. നമുക്കറിയാലോ, എന്നും വയ്ക്കുന്നവർക്ക് അറിയാത്രത്തോളം മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം എന്നുള്ളതൊക്കെ അറിയാമല്ലോ, ഉപ്പ് വേണമെന്നൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് പാകത്തിന് മഞ്ഞൾപ്പൊടി വെച്ചു. ഇനി അതെല്ലാം കൂടി ഒന്നങ്ങോട്ട് ഇളക്കി വെച്ചിട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണില്ല, അടച്ചു വെച്ചിട്ട് വേവിക്കും. അപ്പോൾ അതിൻ്റെ ആവി കാരണം തന്നെ അതങ്ങോട്ട് വെന്തോളൂല്ലോ. പരത്തിയിട്ടിട്ട് ഒരു അടപ്പെടുത്ത് അടച്ച് വേവിക്കാൻ പോകണം. സിമ്മിലിട്ടിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ ഇത് ആ പകുതിയുടെ മുകളിലേക്ക് അത് വേവായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ആവി തട്ടി തന്നെ അതായത് കനം കുറഞ്ഞിട്ടാണ് നമ്മൾ നുറുക്കണത്. കനത്തിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടില്ലല്ലോ. ഇത് കനം കുറഞ്ഞിട്ട് നുറുക്കിയതുകൊണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ. ഇനിയാണ് നമ്മളിതിലേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കണത്. ഇനി 2 സാധനങ്ങളും കൂടി ഇതിൽ ചേർക്കാനുള്ളൂ. ചിലവരൊക്കെ അതിൽ വേറെയും കുറേ ഐറ്റംസ് ചെയ്ത് കുറച്ചുകൂടിയും സ്പെഷ്യൽ ടേസ്റ്റൊക്കെ ആക്കി ചെയ്യാറുണ്ട്. അങ്ങനെ ഇഷ്ടമുള്ളവർക്കൊക്കെ ചെയ്യാം കേട്ടോ. ഇഞ്ചിയോ മഞ്ഞൾപ്പൊടിയോ വെളുത്തുള്ളിയോ ഒക്കെ ഇട്ടിട്ടൊക്കെ ചെയ്യാം. ഞാനതൊന്നും ചെയ്തിട്ടില്ല. ഇതിൽ ഇപ്പോൾ വെറും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് മാത്രം ഒന്ന് വേവിച്ച് എടുക്കുക ചെയ്തിരിക്കുന്നത്. ഇനിയാണ് അതിലേക്ക് ഞാൻ നമ്മളെ മസാലപ്പൊടി ഉണ്ടല്ലോ, ഗരം മസാല, മസാലപ്പൊടിയാണ് ഇടുന്നത്. അത് കുറേ ഒന്നും ഇടണില്ല, കുറച്ചേ ഇടുന്നുള്ളൂ. ഗരം മസാല അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. വേറെ മസാലപ്പൊടികളൊന്നും അല്ല യൂസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഗരം മസാല മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ചില്ലി പൗഡർ ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. എന്താണെന്നുണ്ടെങ്കിൽ നല്ല എരിവുള്ള മുളക് പൊടിയാണിത്, നല്ല എരിവുണ്ട്. അതുകൊണ്ട് കുറച്ചിട്ടാൽ തന്നെ നല്ല എരിവ് വരും. കാശ്മീരി ചില്ലിയൊക്കെ ആണെങ്കിൽ നല്ല കുറച്ചുകൂടിയൊക്കെ ഇടാം, കളറും കിട്ടും. എരിവ് അതിന് കുറവല്ലേ, അപ്പോൾ രണ്ടും വേണമെങ്കിൽ ഇടാം. അത് കളറിനൊക്കെ വേണ്ടിയിട്ട് അതെടുത്ത്. ഇത് കളറൊന്നും അധികം വരില്ല, കാരണം കുറച്ചല്ലേ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. ഇനി ഇതിനെ നല്ലോണം അങ്ങോട്ട് ഇളക്കി ഇനി അടക്കൊന്നും വേണ്ട കേട്ടോ. നല്ലോണം ഇളക്കി ഫ്രൈ ആയിക്കോളും. സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം ഇളക്കുക, കുറച്ച് ഹൈയിലാക്കി ഇടുക. അങ്ങനെ ആ ഒരു നല്ല ഫ്രൈ ആയിട്ട് വരണം. തോരനം മെഴുക്ക് പുരട്ടിയുള്ള പോലത്തെ ഒന്നും അല്ല അത് വരിക. ഡീപ്പ് ഫ്രൈ ചെയ്യണ പോലെ ആവില്ല അത് വരിക. എണ്ണയിലിട്ട് അങ്ങോട്ട് വറുത്ത് കോരുമ്പോൾ ആ ഒരു വ്യത്യാസം വരുമല്ലോ, അതിൻ്റെ ഒരു കളറിനെ മാറ്റം വരും, ബ്രൗൺ കളറൊക്കെ ആവില്ലേ. ഇതിപ്പോൾ അങ്ങനെയൊന്നും വരില്ല. നല്ല ഫ്രൈ വെള്ളം ഇല്ലാണ്ട് തന്നെയാണ് ചെയ്യുന്നത്. നല്ല ഫ്രൈ ആയിട്ടാണ്. വെളിച്ചെണ്ണ വേണമെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ഒഴിക്കാം കേട്ടോ, താല്പര്യമുള്ളവർക്ക്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളൂ, കാരണം ഞാൻ അത്ര യൂസ് ചെയ്യാറുള്ളൂ ഇവിടെ. ആർക്കും അധികം വെളിച്ചെണ്ണയുടെ അതൊന്നും വേണമെന്നില്ല, അങ്ങനെ അങ്ങനെ മെഴുക്കിൻ്റെ ഇതൊന്നും വേണമെന്നില്ല. അതുകൊണ്ട് അപ്പോൾ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. തീരെ കയ്പയ്ക്ക ഉപ്പേരി ഇതൊന്നും കഴിക്കാത്തവർക്കൊക്കെ ഇതൊരു വ്യത്യാസ ടേസ്റ്റ് തന്നെയായിരിക്കും. പിന്നെ കുട്ടികളൊക്കെ മുഴുവൻ ഇഷ്ടപ്പെട്ട് കഴിക്കും, അങ്ങനെയൊന്നും ഞാൻ പറയില്ല. എങ്ങനെയാണെങ്കിലും കയ്പയ്ക്കൊക്കെ ഇതിൻ്റെ ഒരു ചെറുതായിട്ടൊരു കയ്പൊക്കെ എങ്ങനെയാണെങ്കിലും വരും. കയ്പില്ലാണ്ട് ഇങ്ങനെ വെക്കാം അങ്ങനെ വെക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണും, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് നോക്കാമെന്നൊക്കെ പറയും. എങ്ങനെ വെച്ചാലും അതിന് ചെറുതായിട്ടൊരു കയ്പിൻ്റെ ഇത് വരാതിരിക്കില്ല. കയ്പയ്ക്കല്ലേ,
പിന്നെ ഇപ്പം ഞാൻ എടുത്ത കയ്പ്പയ്ക്ക പറഞ്ഞാൽ നല്ല കയ്പ്പുള്ള കയ്പ്പയ്ക്കയാണ്. അതിന് മുന്നേ പ്രാവശ്യം ഉപ്പേരി വെച്ചപ്പോൾ അറിയാൻ പറ്റിയതാണ് അതിൻ്റെ കയ്പ്പ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. പുളിയൊക്കെ ഇട്ടിട്ട് ചിലവർ വെക്കും. പുളി ഇട്ടിട്ടൊന്ന് വേവിച്ച കയ്പ്പ് കുറയും ശരിയാണ്, പക്ഷെ കയ്പ്പ് ഇല്ലാണ്ടേ ആവുമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം അങ്ങനെയൊന്നുമില്ല. ഒരു വെറൈറ്റി ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമായിട്ട് തന്നെയാണിത്. നമ്മൾ മസാലപ്പൊടി കൂടുതലൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ കുത്ത് കൂടുതലായിട്ടൊന്നും വരില്ല. കുറച്ച് മസാലപ്പൊടി ഇട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ ഒരു മൈൽഡ് ടേസ്റ്റായിട്ട് തന്നെയാണ് നിന്നോളൂ അത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മസാല കൂടുതലാണ് അല്ലെങ്കിൽ അത് കൂടുതലാണ് അങ്ങനെയൊന്നും തോന്നേണ്ട പ്രശ്നം വരില്ല. നമ്മൾ പാകത്തിന് കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ. കറികൾക്കൊക്കെ ഇടുന്ന പോലെയൊന്നും ഇട്ടിട്ടില്ല. മസാലക്കറിയൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ കയ്പ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് ഇത്. കഴിഞ്ഞ പ്രാവശ്യം തോരൻ വെച്ചതിനെക്കാട്ടിലും കയ്പ്പ് ഇതിന് കുറവുണ്ടായിരുന്നു. ഫ്രൈ ചെയ്തെടുത്താൽ ഇങ്ങനെയാണ് കുറച്ച് കുറയുമല്ലോ കയ്പ്പ്. അപ്പോൾ ഇതിന് ഈ മസാലയുടെ ടേസ്റ്റും മുളക് പൊടിയുടെ ടേസ്റ്റൊക്കെ മുന്നിലേക്ക് ഇങ്ങനെ കുറച്ച് നിൽക്കണോണ്ട് കയ്പ്പ് കുറച്ച് പിന്നിലേക്ക് നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് പിന്നെ ഉണ്ടാക്കാനൊരു സുഖം ഉണ്ടായിരുന്നു ചെയ്യാൻ. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു റെസിപ്പി ആയിട്ട് വന്നതെന്ന്. ഇനി ആരെങ്കിലും ചെയ്യാത്തതുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ, കണ്ടോട്ടെ. ആൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, അവർ കണ്ടോട്ടെ കഴിച്ചോട്ടെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഹൈയിലൊക്കെ ആക്കി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം നമുക്ക്. അധിക സമയമൊന്നും ഇതിനെടുക്കണില്ല കേട്ടോ. നല്ല ഹൈയിലിട്ടിട്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോയാലോ. അപ്പോൾ നമ്മൾ എണ്ണയൊന്നും അധികം ഇല്ലല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ട് സിമ്മിലും മീഡിയത്തിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കണം. കുറച്ച് സാധനം ആവുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് അതിനെ മാറ്റാൻ പോവാണ്. നല്ല ടേസ്റ്റുള്ള ഒരു കയ്പ്പയ്ക്ക ഫ്രൈ തന്നെയാണിത്, പാവയ്ക്ക ഫ്രൈ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ചെയ്തവർക്കാണെങ്കിൽ അറിയാം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. എന്നിട്ട് ഇഷ്ടമായിച്ചാൽ ഒന്ന് പറയും കേട്ടോ. താങ്ക് യു.